ഇന്നിപ്പോൾ എന്തായാലും ഹർത്താലായതുകൊണ്ട് ലീവാണ്. ഒരു പോസിറ്റീവ് മൈൻഡ് ഉണ്ട്. ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പൊന്നാര ബീരാക്ക ഒന്ന് അടങ്ങി മനസ്സാ. അടങ്ങൂല ഞാൻ. വേറെ ആള് പറഞ്ഞിട്ട് പറയണോ ഓന്റെ കല്യാണക്കാര് ഞാന്. അല്ലാ മാമൻ പടച്ചോനെ, യജൂജും മജൂജും നേരത്തെ ആണല്ലോ. എന്നാലും ആകെയുള്ളൊരു മാമനല്ലേ ഞാന്. എന്നോടോ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഓൻ പെണ്ണ് കാണാൻ പോയപ്പോ. ഇങ്ങോട്ട് പറഞ്ഞാ മോണങ്ങൊന്ന് വിചാരിച്ചിട്ടാ കാരം. കത്തിക്കണോ പൊന്നാര ബീരാക്ക എന്നാലും അങ്ങോട്ട് പറഞ്ഞിട്ടില്ലല്ലോ. കൊണ്ട ചെയ്ത്താനത് ബീരാക്ക നല്ലതാണ്. പടച്ചറബേ, ആകെ ഒരു ലീവുള്ള എന്ത് കുത്തിവെപ്പുണ്ടാക്കിയാ വന്നണാവും. ബീരാക്ക ഓന്റെ നിർത്തം നോക്കി മോടൻ നെല്ലിന്ന് കീരി നോക്കണ മാതിരി നോക്കണ. എത്ര കീരിയല്ല പനങ്കീരി നോക്കണാരി നോക്കിക്കോട്ടെ. ഇന്ന് ശരിയാക്കി മാമ. അല്ല ഇന്ന് ഹർത്താലൊക്കെ അല്ലേ, എങ്ങനെയാണ് എത്തിയത്? KSRTC വരെ ഇല്ലല്ലോ ഇന്ന്. പൊന്നാര മുനവറെ ഇരുത്തേങ്കായ്ക്ക് നടക്കണ മാതിരി എല്ലാ പെരയിലും കേറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. 150 വട്ടം ഇയാളോട് പറഞ്ഞാണ് ഇന്ന് പോരണ്ട. ഇന്ന് ഹർത്താലല്ല മനസ്സാ. എത്ര പറഞ്ഞിട്ട് കേൾക്കണില്ലല്ലോ ഇയാള്. എന്ത് ചെയ്യും മുനവറാൻ്റെ അമ്മോനെ? മാമ അകത്ത് കയറി ചായ കുടിക്കാം. എനിക്ക് എന്റെ ചായ ഒന്നും വേണ്ടടാ. അല്ല നിങ്ങൾ വരി, നല്ല പത്തിരിയും കോയിണ്ട്. പൊന്നാര ബീരാക്ക തീറ്റണ മുഖ്യം. ഇപ്പം കണ്ട് പോയാലോ നല്ല പത്തിരിയും കോഴിക്കറിയാം. ഞാൻ പെരയൊന്നും കഴിച്ചിട്ടുമില്ല. പിന്നെ മാമ കല്യാണം ശരിയായിക്കണം കേട്ടോ. ഞാൻ അങ്ങോട്ട് പറയാൻ മറന്നാണ്. നമ്മളാ ഇവിടെ ഉള്ള അൽബി കുട്ടിയാജിന്റെ മോളില്ലേ, നല്ല പൈസക്കാരാണ്. എന്തായാലും അൽഹംദുലില്ലാ അതൊക്കെ റാത്തായി. ഹലോ മുനവറേ. ആ എന്റെ കല്യാണക്കാരില്ലേ? അതാടാ മുടങ്ങീന്. മുടങ്ങിയോ? ആളെ മുടക്കിയ ആളേ. ആര്? ഒരു കറുത്ത ടീഷർട്ട് ഇട്ടേ ഒരു ചങ്ങായി ഉണ്ട് ഒപ്പം, ഒരു കൊടയൊക്കെ പിടിച്ചാണ്ട്, പിന്നെ ഒരു മണങ്ങൻ തന്തി ഉണ്ട് ഒപ്പം. ഓരാണ് മുടക്കിയെന്നാ പറഞ്ഞിട്ട് ആട്ടുകാരും അങ്ങനെ പറഞ്ഞേ. എന്നാലും എന്റെ മാമ നിങ്ങൾ അതും മുടക്കിയില്ലേ? ഓനെല്ലാം മനസ്സിലായിക്കണം. ഇപ്പൊ പോയ 4 മണിക്കാണ് പെരേക്കത്ത. അങ്ങനെ പോരി മനസ്സാല് ഇവിടെ നിന്ന് അടിയും വാങ്ങി പോകേണ്ടി വരും. ഓന്റെ കല്യാണം ഞാൻ ഉണ്ടാവുമ്പോ ഒരു കാലത്തും നടക്കൂല. പൊന്നാര ബീരാക്കി ഒരു കാര്യം മനസ്സിലായി. നിങ്ങളെ പള്ളിക്കാട്ടിക്ക് എന്നാ എടുക്കണ് അന്ന് ഓന്റെ കല്യാണം ശരിയാവുള്ളൂ.